മഹാനായ ലെനിൻ പറഞ്ഞതുപോലെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം. എന്തൊക്കെ സംഭവിച്ചാലും മോദി പ്രഭാവം, മോദി ഗ്യാരണ്ടി മാത്രമേ വിജയിക്കൂ എന്ന മട്ടിലുള്ള മോദിയുടെ തേരോട്ടം, മോദിയുടെ തപസ്, മോദിയുടെ വർഗീയ വിരുദ്ധ പ്രസംഗങ്ങൾ എല്ലാം അതിനേറ്റിരിക്കുന്ന തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേറ്റം. ഈ മുന്നേറ്റം അവസാനഘട്ട വിജയം വരെയും തുടരുമോ ഇല്ലയോ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം 3 റൗണ്ടുകൾ മാത്രമാണ് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നത്. ഇനിയും ലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ തന്നെയും UP ആര് പിടിക്കുന്നോ, മഹാരാഷ്ട്ര ആര് പിടിക്കുന്നോ അവർ ഇന്ത്യ ഭരിക്കും എന്നുള്ള ആ വിശ്വാസം, അതിന് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും UPയിലും ഇന്ത്യ മുന്നണി നേടിക്കൊണ്ടിരിക്കുന്ന വിജയം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല 2014 മുതൽ പരിഹാസം കൊണ്ട് കടന്നാക്രമിക്കപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞാൽ 14-ലും 19-ലും 24-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു ഒറ്റയാൾ പട്ടാളം പോലെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ തോളോട് ചേർന്നുള്ള സപ്പോർട്ട് ഒഴിച്ചാൽ ഒറ്റയ്ക്കായിരുന്നു രാഹുൽ ഗാന്ധി. ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടം 1-ൽ പിഴച്ചാൽ 3 എന്ന് പറയുന്നത് പോലെ 24-ൽ അത് വിജയം കണ്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. മോദി ഒരു ഘട്ടത്തിൽ പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിൻ്റെ അത്ര വോട്ട് പോലും, അത്ര എണ്ണം പോലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് 50 വയസ്സാണെങ്കിൽ 50 വയസ്സിന് താഴെ മാത്രം ഭൂരിപക്ഷമേ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കൂ എന്നാണ് മോദി പല ഘട്ടങ്ങളിൽ ഇത്തവണ പ്രസംഗിച്ചത്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 200-ന് മുകളിൽ തന്നെയാണ് ഈ നിമിഷം വരെയും ഇന്ത്യ മുന്നണിയുടെ നിൽപ്പ്. 200-ന് മുകളിൽ സീറ്റുകളുമായി പല ഘട്ടങ്ങളിലും NDAക്ക് ഒപ്പം തന്നെ, ഒപ്പത്തിനൊപ്പം പോലും വന്ന സമയങ്ങളും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ഉണ്ടായിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിയാണ്. പപ്പു എന്നും അമുൽ ബേബി എന്നും LDFും അതുപോലെ BJPയും പരിഹസിച്ച രാഹുൽ ഗാന്ധി നടത്തിയ 2 ജോഡോ യാത്രകളുടെ ഫലം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കുണ്ടായിരിക്കുന്ന ഈ വിജയം. അന്തിമ ഫലം എന്തായാലും വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പ് തന്നെയാണ് ഇന്ത്യ മുന്നണി നടത്തുന്നത്. ആ വിജയത്തിലേക്കുള്ള തേരോട്ടത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും, അവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും തന്നെയാണ്. അതുപോലെ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച മറ്റ് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കളും നിർണായകമായ പങ്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിന് കാരണക്കാരായി മാറിയിരിക്കുന്നത്.